ഈ ചിറക്കക്കോട് ഗ്രാമം എന്ന് പറഞ്ഞാൽ അത്ര ഡെവലപ്മെൻ്റ് ആയിട്ടുള്ളൊരു ഗ്രാമമല്ല. ഇവിടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ തോട്ടങ്ങളാണ് 90% പേരും സ്ഥലത്തുള്ളത്. അവിടുത്തെ പണിക്കാരാണ് ഇവിടെയുള്ള നാട്ടുകാരിൽ ബഹുഭൂരിപക്ഷവും. അവരുടെ ഒരുപാട് ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ കണ്ട് ഇവിടെ ഒരു നഗരത്തിൻ്റെ ഒരു പ്രതീതിയായിട്ടൊന്നും ഇല്ലതാനും. ഈ സപ്താഹവേദി ആയതിനു ശേഷമാണ് ഇവിടെ ഈ ചിറക്കക്കോട് എന്നുള്ള ഗ്രാമത്തിലെ ഒരു പുറമേക്ക് നമുക്ക് നമ്മുടെ നാട്ടിലല്ല മറ്റുള്ളവർക്ക് ഇവിടെ ഒരു വേദിയ അതിനൊരു പ്രശസ്തി വന്നിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അതൊരു പ്രത്യേകത. സാധാരണ ഒരു സപ്താഹവേദി അല്ല ഇവിടെ എല്ലാ വർഷവും ഏപ്രിൽ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. എന്താ വെച്ചാൽ ഈ സപ്താഹവേദിയിൽ വെച്ചിട്ട് എല്ലാ കൊല്ലവും ഏതെങ്കിലും ഒരു പ്രമുഖനായിട്ടുള്ള ഒരാളെ സാംസ്കാരികമായിട്ടുള്ളതും കലാപരമായിട്ടുള്ളതും പല നിലയ്ക്കും ഉള്ള ഒരാളെ ആദരിക്കും നമ്മൾ. എല്ലാ കൊല്ലവും അങ്ങനെയാണ് പതിവ്. ഈ കഴിഞ്ഞ കൊല്ലം കെ ജയകുമാറായിരുന്നു ആദരിച്ച. അന്ന് വിശിഷ്ടാതിഥിയായിട്ട് സിനിമാ നടൻ ജഗദീഷ് വന്നിരുന്നു. ഏറ്റവും ആദ്യത്തെ കൊല്ലം യേശുദാസാണെന്നാണ് എൻ്റെ ഓർമ്മ. യേശുദാസിനെയാണ് ആദരിച്ചത്. പിന്നെ MT വാസുദേവൻ നായർ എന്ന് വേണ്ട പ്രശസ്തരായിട്ടുള്ള ഒരുപാട് പേരെ നമ്മളിവിടെ ആദരിക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, ഇതിനൊരു ഇപ്പോൾ പാഞ്ഞാൾ സാധാരണ നിലയ്ക്ക് പാഞ്ഞാളെന്ന് അറിയപ്പെടുന്നത്, പഴയ കാലത്തൊക്കെ പാഞ്ഞാളെന്ന് എല്ലാവർക്കും അറിയപ്പെടുന്ന അവിടെ ഋത്വിക്കുകൾ അനവധിയുണ്ട്, പണ്ഡിതന്മാർ, അങ്ങനെ അനവധി ഇല്ലങ്ങളുള്ള സ്ഥലം എന്നൊക്കെ പറയാം. പക്ഷേ പാഞ്ഞാൾ എന്ന് പറഞ്ഞാൽ ഇപ്പം സാധാരണ പേർക്ക് അറിയപ്പെടുന്നത് യാഗം നടന്ന സ്ഥലം, അതിരാത്രം നടന്ന സ്ഥലം. ഈ അനവധി കാലത്തിന് ശേഷം 1975 രണ്ടാമതൊരു ഘട്ടം യാഗ പരമ്പരയുടെ തുടക്കം. അപ്പോൾ ആ യാഗം നടന്ന സ്ഥലം എന്നുള്ള പേരിലാണ് പാഞ്ഞാൾ അറിയപ്പെടുന്നത്. എന്ന മാതിരി ഈ ചിറക്കക്കോടിനെ ഒരു യാഗഭൂമിയാക്കി അറിയപ്പെടാൻ ഉള്ള ഒരു ആശയത്തിൻ്റെ പുറത്താണ് എളങ്ങളൂർ സദാനന്ദ നമ്പൂതിരിക്കും ഇതിനൊരു അങ്ങരുടെ നേതൃത്വത്തിലുള്ള ഈ സപ്താഹവേദിക്ക് ഒരാശയം തോന്നിയതും. ഈ ആശയം തോന്നിയപ്പോൾ പിന്നെ പെരുവനം ഗ്രാമസഭയോട് അഭിപ്രായം ചോദിച്ചു, എങ്ങനെയാണ് ഇത് ഇങ്ങനെ ഒരു യാഗത്തിന് ഉത്സാഹിച്ചാൽ അതിന് നമുക്ക് നടത്താൻ സാധിക്കുമോ, കഴിയുമോ, അതിന് വേണ്ട സൗകര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ ഒരുക്കി യജമാനനാവാൻ ആരെങ്കിലുമാണ് തയ്യാറാവുക, അതിൻ്റെ സാധ്യതകൾ ആരായുകയും അതനുസരിച്ച് പെരുവനം ഗ്രാമത്തിനൊരു പ്രത്യേകതയുള്ളത് എന്താ വെച്ചാൽ ഗ്രാമസഭയുടെ നേതൃത്വത്തിൽ 2018 ഇവിടെ അഗ്നി ആധാനം പെരുവനത്ത് വെച്ച്, പെരുവനം മഹാദേവ ക്ഷേത്രത്തിൻ്റെ നടക്കൽ വെച്ച് അഗ്നി ആധാനം എന്നൊരു 2 ദിവസത്തെ യാഗത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ക്രിയകൾ നടക്കുകയുണ്ടായി. അന്ന് ആ യാഗം ചെയ്ത ആളാണ് ആരൂർ വാസുദേവൻ അടിയിരിപ്പാട്. അദ്ദേഹത്തിനോട് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സമ്മതമാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് യാഗം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ഏൽപ്പിക്കുകയും ചെയ്തു ആ യാഗത്തിൻ്റെ യജമാനാവാൻ. ഒപ്പം തന്നെ നമ്മുടെ ഈ പുരാതനമായിട്ടുള്ള ഗ്രാമത്തിലെ യജ്ഞ സംസ്കൃതിയുടെ ഭാഗമായിട്ടുള്ള കർമ്മികളുടെ ഒരു പരമ്പര ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പുണ്യമായിരിക്കുന്നു പറഞ്ഞിട്ടാണ് അതിൻ്റെ മുന്നോടിയായിട്ടുള്ളൊരു അഗ്നിയാധാനം നടത്താനും തയ്യാറായതും. ആ അഗ്നിയാധാനത്തിന് യജമാനായിട്ട് വെള്ളാമ്പറമ്പ് മിഥുൻ നമ്പൂതിരി തയ്യാറായതും. അവർ മാത്രം തയ്യാറായാൽ പോരാ, യജമാന പത്നി അവർക്കും കൂടി ഇതിനൊരു താല്പര്യവും സമ്മതവും സമയവും ഉണ്ടാവണം. കാരണം എത്രത്തോളം യജമാനന്മാർക്ക് ഇതിൻ്റേതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വവും ഇതിൻ്റേതായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റും ഇതിൻ്റെ ഒരു ചുമതലയുണ്ട്. അതുപോലെ തന്നെ അത്രയും ചുമതല വേണം ഉണ്ട് ഈ യജമാന പത്നിമാർക്കും. യജമാന പത്നിക്കും അത്രയും ചുമതലയാണ്. അവരെ ഇത് കഴിഞ്ഞാൽ പത്തിനാടി എന്നാണ് അവർ അറിയപ്പെടുക. അതിപ്പോൾ സോമയാഗം കഴിഞ്ഞാലും അതിരാത്രം കഴിഞ്ഞാലും ആധാനം കഴിഞ്ഞാലും അവരെ പത്തിനാടി എന്നുള്ള ഒരു വിളിപ്പേരിലാണ് അറിയുക. അപ്പോൾ അവരുടെയും കൂടി ഒരു സഹകരണം ഇല്ലാതെ കണ്ട് ഇത് മുന്നോട്ട് പോയില്ല. അപ്പോൾ അവരും ഭാഗ്യവശാൽ അവരും ഇതിനെല്ലാം സമ്മതിച്ചു. അവരുടെയും കൂടി തയ്യാറോടുകൂടി തന്നെയാണ് ഇങ്ങനൊരു തുടക്കം. പെരുവനം ഗ്രാമം എന്ന് പറഞ്ഞാൽ പരശുരാമ പ്രതിഷ്ഠിതമായിട്ടുള്ള പെരുവനം ഗ്രാമത്തിൽ കേരളത്തിലെ 32 ഗ്രാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രാമമായിട്ടുള്ള ഏറ്റവും വലുതുമായിട്ടുള്ള ഒരു ഗ്രാമമാണ് പെരുവനം ഗ്രാമം. ഈ പെരുവനം ഗ്രാമത്തിലെ നമ്പൂതിരിമാരുടെ ഒരു സഭയാണ് പെരുവനം ഗ്രാമസഭ. ഈ പെരുവനം ഗ്രാമസഭയാണ് ഇതിന് ഈ ക്രിയാഭാഗങ്ങൾക്കും മറ്റെല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം വഹിക്കുന്നത്. ഈ പെരുവനം ഗ്രാമത്തിനെക്കുറിച്ച് ഒരു ശ്ലോകമുണ്ട്, പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ്.
തപോധനാനാം അവിതർക്കിത അഗ്രജപ്രഭാവ സംഭൂത സമുദ്രചോർവിയിൽ സമസ്ത വിദ്യയ്ക്കൊരു ജന്മഭൂമിയായി സ്ഫുരിച്ചു നൽപൂരുവനം പുരാതനം. അതായത് തർക്കമില്ലാത്ത വിഷയമാണ് തപോധനന്മാർക്ക്, അത് സന്യാസിമാർക്ക്, മഹർഷിവര്യന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള പരശുരാമൻ്റെ സൃഷ്ടിയായിട്ടുള്ള, അതും സമുദ്രത്തിൽ നിന്നും എടുത്തിട്ടുള്ള പരശുരാമൻ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കേതമാണ് പെരുവനം ഗ്രാമം. അതും പോരാ, സമസ്ത വിദ്യയ്ക്കൊരു ജന്മഭൂമിയായി സ്ഫുരിച്ചു പൂരുവനം പുരാതനം. ഈ പൂരുവനം എന്ന് പറഞ്ഞാൽ പൂരുമഹർഷി തപസ് ചെയ്തിരുന്ന സ്ഥലത്തിനാണ് പൂരുവനം പിന്നീട് പെരുവനമായി മാറിയത്. എല്ലാ വിദ്യകൾക്കും എല്ലാ സംഗതികൾക്കും ഏറ്റവും പ്രശസ്ത അടയുടെ നടു എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള ആ പെരുവനം ഗ്രാമത്തിൽ വെച്ചിട്ടാണ് ഈ പുണ്യയാഗം ഇവിടെ നടക്കാൻ പോകുന്നത്. ഇങ്ങനെയൊരു ആശയം, ഈ യാഗം നടത്താമെന്നുള്ള ആശയം രൂപപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ വർഷത്തിലാണ് ഇതിൻ്റെ ഒരു വിളംബരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ആദ്യമായിട്ട് ഈ യാഗത്തിനോടനുബന്ധിച്ച് നടക്കുന്നത്. അത് ഈ പെരുവനം ഗ്രാമത്തിൻ്റെ അധിപനായിട്ടുള്ള പെരുവനത്തെ ഇരട്ടയപ്പൻ്റെ സന്നിധിയിൽ വെച്ച്, മണ്ഡപത്തിൽ വെച്ചാണ് ഋത്വിക്കുകളുടെയും ആചാര്യന്മാരുടെയും കർമ്മികളുടെയും നേതൃത്വത്തിൽ ഇരട്ടയപ്പനോട് നമ്മൾ അനുവാദം ചോദിക്കണം, ഒരു അനുജ്ഞ വാങ്ങിക്കുക. ഞങ്ങളിങ്ങനെ ഇത്രാം തീയതി ഇന്ന കൊല്ലം ഇത്രാം തീയതി ഇങ്ങനെ നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള അനുഗ്രഹം, അതിനുള്ള അനുമതിയും തരണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതാണ് ആദ്യത്തെ ചടങ്ങ് ഉണ്ടായിട്ടുള്ളത്. ആ ചടങ്ങ് ശേഷമാണ് ഇതിനുള്ള കാര്യങ്ങൾ ആയിട്ട് മുന്നോട്ട് പോയത്. കഴിഞ്ഞ മാസം ഇതിനനുബന്ധിച്ചിട്ടുള്ള 2 ക്രിയകൾ, ഒന്ന് വെള്ളാമ്പറം, ഈ ആധാനത്തിന് മുമ്പ് ആധാനം ചെയ്യുന്നവർക്ക് ഇതിനു മുമ്പ് ചെയ്യേണ്ട 2 കർമ്മങ്ങളുണ്ട്. അത് ഷോഡശക്രിയകളിൽ പെട്ടതാണ്. സാധാരണ ഷോഡശക്രിയകൾ ചെയ്യുന്ന എല്ലാ നമ്പൂതിരിമാർക്കും ചെയ്യേണ്ടതായിട്ടാണ്. ദുരിതം നീങ്ങാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. 2 കർമ്മങ്ങളുണ്ട്. ഒന്ന് ഒരു മറ്റേ സംമിതം വ്രതം 4 ദിവസത്തെ ഒരു ക്രിയയുണ്ട്. അത് വെള്ളാമ്പറമ്പ് മിഥുൻ നമ്പൂതിരിയുടെ ഇല്ലത്ത് അവിട്ടത്തൂര് വെച്ചിട്ടാണ് നടത്തിയത്. രണ്ടാമത് കൂശ്മാണ്ഡി വ്രതം. ഇതെല്ലാം ആധാനം ചെയ്യുന്നവർക്ക്, അഗ്നിയാധാനം ചെയ്യുന്നവർക്കേ വേണ്ടൂ. കൂശ്മാണ്ഡി വ്രതമുണ്ട്. അത് ഈ സപ്താഹവേദിയിൽ, ഈ യജ്ഞവേദിയിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ മാസത്തിലാണ് അതൊക്കെ കഴിഞ്ഞത്. അത് 4 ദിവസത്തെ ക്രിയകളൊക്കെ ഉണ്ട്. അങ്ങനെ 2 ക്രിയകൾ ഇതിന് മുന്നോടിയായിട്ട് ചെയ്തു. ഇതിലെ ക്രിയാഭാഗങ്ങൾ എല്ലാം നടക്കുന്നത് ഇവിടുത്തെ ഈ പെരുവനം ഗ്രാമത്തിലെ വൈദിക ശ്രേഷ്ഠനായിട്ടുള്ള പെരുമ്പടപ്പ് വൈദികൻ ഋഷികേശൻ സോമയാജിപ്പാടിൻ്റെ ആശീർവാദത്തോടും അനുഗ്രഹത്തോടും കൂടിയിട്ടാണ്, അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടു കൂടി തന്നെ പറയാം. അദ്ദേഹമാണ് ഇതിൻ്റെയൊക്കെ നടത്തിപ്പിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം. കാരണം ഈ യജമാനൻ്റെയും 2 യജമാനന്മാരുടെയും വൈദികനായിട്ടുള്ള പെരുമ്പടപ്പ് വൈദികൻ ഋഷികേശൻ സോമയാജിപ്പാടാണ് ഇതിൻ്റെ ഒരു പ്രധാനി. പിന്നെ ഇതിൻ്റെ നടത്തിപ്പിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ആളാണ് പന്തൽ വൈദികൻ, രാപ്പാളുള്ള പന്തൽ വൈദികൻ ഉണ്ണി എന്ന് വിളിക്കുന്ന ദാമോദരൻ നമ്പൂതിരി. അദ്ദേഹം ഈ ക്രിയകളുടെയൊക്കെ എല്ലാം ചുമതല അദ്ദേഹമാണ് വഹിക്കുന്നത്. അതുപോലെ തന്നെ മഹാഋത്വിക്കുകൾ, ആചാര്യന്മാർ, പിന്നെയുണ്ട് ഇവിടെ ഇന്നിപ്പോൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന അതിരാത്രം ചെയ്തിട്ടുള്ള ആചാര്യന്മാരിൽ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളാണ് ചെറുമുക്ക് വൈദികൻ വല്ലഭൻ അക്കിത്തിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വമുണ്ട്. പിന്നെ കാപ്ര ശങ്കരനാരായണ നമ്പൂതിരിപ്പാട് എന്ന് വേണ്ട പ്രഗത്ഭന്മാരായിട്ടുള്ള വേദജ്ഞന്മാരും ഋത്വിക്കുകളും ഈ യാഗത്തെക്കുറിച്ച് അസാധ്യ പാണ്ഡിത്യമുള്ള ആൾക്കാരാണ് ഇതിനെയൊക്കെ ഞങ്ങളെ കൊണ്ട് നടത്തിക്കാൻ ഇതിനുള്ളൊരു പ്രേരണയും ഇതിൻ്റെ എല്ലാവിധ വശങ്ങളും നമുക്ക് ചെയ്തു തരുന്നതും അവരുടെയൊക്കെ സഹായം കൊണ്ടാണ്. അവരുടെയൊക്കെ നേതൃത്വമാണ് ഇതിലെല്ലാം കാര്യങ്ങളും ഭംഗിയാക്കുന്നത്. ഇതിൻ്റെ സാധനങ്ങൾ അതിപുരാതനമായിട്ടുള്ള വസ്തുക്കളാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നതൊക്കെ. മരം കൊണ്ടും മണ്ണ് കൊണ്ടും ഉള്ള വസ്തുക്കൾ, അനവധി വസ്തുക്കൾ. നമുക്ക് പേര് പറഞ്ഞാൽ തീരില്ല, അത്രമാത്രം ചില പ്രത്യേക തരം മരങ്ങളെ കൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കളുണ്ട്. ഉപകരണങ്ങൾ, പാത്രങ്ങൾ എന്ന് വേണ്ട, അതേപോലെ തന്നെ പുല്ല്, ചമത എന്ന് വേണ്ട വിവിധ തരത്തിലുള്ള വസ്തുക്കളാണ്. ഈ വസ്തുക്കളൊക്കെ ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നത് ഈ തേവാരം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അവരാണ് ഇതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരുന്നത്. എല്ലാ സാധനങ്ങളും അവർ ഒരു പ്രയാസവും ഒരു ലോപവും ഇല്ലാതെ കണ്ട് ഇവിടെ ഒരുക്കി തരുന്നത്.
27-ാം തീയതി ഇതിന് ഉപയോഗിക്കുന്ന സോമലത, ഇത് 27-ാം തീയതി നമ്മളിവിടെ യാഗം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം കൊല്ലങ്കോട് നിന്നാണ്, കൊല്ലങ്കോട് രാജാവിൻ്റെ പക്കൽ നിന്ന് വാങ്ങിക്കുക എന്നാണ്. അദ്ദേഹമാണ് ഈ കേരളത്തിലുള്ള യാഗങ്ങൾക്ക് സോമലത നൽകുന്ന ഒരു അധികാരി, നൽകാനുള്ള അധികാരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് നമ്മൾ ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന് അത് അവിടെ കൊല്ലങ്കോടുള്ള കാച്ചാങ്കുറിച്ചി ക്ഷേത്രത്തിൽ നിന്നാണ് സോമലത കൊണ്ടുവരിക. അത് വളരെ ആഘോഷപൂർവ്വം ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കും. ഈ യാഗത്തിനോടനുബന്ധിച്ച് സോമലതയുടെ ഹോമങ്ങളും പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അതിന് പ്രധാനമാണ് സോമലതയുടെ ഉപയോഗം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഇത് ഇത്രയും പ്രാധാന്യം, ഇതിലപ്പുറം പ്രാധാന്യം ഇത്രയും ജനങ്ങൾ ഇവിടെ വന്നു കൂടുന്നതാണ്. അനവധി പേരിവിടെ ഭക്ഷണത്തിനായിട്ട് ഈ യാഗം, അപൂർവമായിട്ട് നടക്കുന്ന ഈ യാഗം കാണാനും അത് ഉൾക്കൊള്ളാനും വേണ്ടി ധാരാളം പേര് അന്യനാട്ടിൽ നിന്ന്, ഈ നാട്ടുകാരല്ലാതെ അന്യനാട്ടിൽ നിന്ന്, വിദേശത്തു നിന്ന് പോലും, ജപ്പാനിൽ നിന്ന് 3-4 ആൾക്കാർ വരുമെന്ന് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ. ഈ യാഗം നടക്കുമ്പോൾ അതനുസരിച്ച് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ള വരെയുള്ള ശാസ്ത്രീയ പഠനങ്ങൾക്ക് വേണ്ടി ജർമ്മനിയിൽ നിന്ന് വരുന്നുണ്ട്, ജപ്പാനിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ ചില വിദേശ പ്രതിനിധികൾ പോലും ഇവിടെ എത്തുന്നുണ്ട്. ഇവർക്കെല്ലാവർക്കും, ഇവരൊക്കെ അതേമാതിരി നാട്ടുകാരും അന്യനാട്ടുകാരും ഒക്കെ, നമ്മൾ അന്യ സംസ്ഥാനത്തു നിന്നും കുറേ ജനങ്ങൾ വരുന്നുണ്ട്. ഇവരൊക്കെ കൂടി വരുമ്പോൾ അതനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ, അവർക്കുള്ള ഭക്ഷണത്തിന്, ടോയ്ലറ്റിന് എന്ന് വേണ്ട അവർക്ക് വിശ്രമിക്കാനുള്ള സങ്കേതം എല്ലാം നമ്മൾ ഒരുക്കി കൊടുക്കണം. അതനുസരിച്ച് ഇവിടെയുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുകാർ, ഇലക്ട്രിസിറ്റി ബോർഡ്, പോലീസ് സേന, അങ്ങനെയുള്ള വാട്ടർ അതോറിറ്റി എന്ന് വേണ്ട എല്ലാവിധ, പഞ്ചായത്തിൻ്റെ അനുമതി, കോർപ്പറേഷൻ്റെ അനുമതി എന്ന് വേണ്ട നമുക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും, അതുപോലെ തന്നെ ഇവിടെ ഈ വന്നവർക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുള്ളത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ക്വാർട്ടേഴ്സിലാണ്. അവിടെ അവർക്ക് ക്വാർട്ടേഴ്സല്ല, അവരുടെ അവിടുത്തെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ആ ഗസ്റ്റ് ഹൗസിൽ റൂമുകൾ ഒരുക്കിയിട്ടുണ്ട്. അവരുടെ സഹായം, അതേമാതിരി പാർക്കിങ്ങിനൊക്കെ വേണ്ടി അവർക്ക് വേണ്ട സഹായങ്ങൾ, ഇന്ന് വേണ്ട എല്ലാവിധ സഹായങ്ങളും എല്ലാ വിഭാഗം അധികാരികളുടെയും എല്ലാവരുടെയും അംഗീകാരത്തോടും സമ്മതത്തോടും അവരുടെയൊക്കെ സഹായത്തോടും കൂടിയിട്ടാണ് ഈ യാഗം ഇവിടെ ഭംഗിയാക്കാനുള്ള പുറപ്പാട്. അവരുടെയൊക്കെ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് എപ്പോഴും ആവശ്യം. അതുപോലെ തന്നെ അതിലൊക്കെ ഏറ്റവും ഉപരിയായിട്ടുള്ള ഈ നാട്ടിലെ എല്ലാവിധ സഹകരണങ്ങളും, നാട്ടുകാരുടെ 100% എന്ന് പറയാൻ പറ്റില്ല, അതിലും കൂടുതൽ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രമാത്രം സഹകരണത്തോടു കൂടി എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന, ഈ നാട് മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാസംഭവമായിട്ടാണ് ഇതിനെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നതും. അവരുടെയൊക്കെ ആ പ്രയത്നത്തിൻ്റെയും അവരുടെയൊക്കെ ആ എന്താ പറയുക, അവരുടെയൊക്കെ ഒരു ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ള, അർപ്പണത്തോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കൊണ്ട് ഇത്രത്തോളം എത്തിച്ചത്. ഇനിയും ബാക്കിയുള്ള ദിവസങ്ങളിലും ഭംഗിയായിട്ട് ഈ യാഗം നടക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം. അതിന് ഞങ്ങൾക്ക് എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും അതുപോലെ തന്നെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.